ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാലിനി ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. വിഷ്ണു മറ്റൊരുത്തിയെ താലികെട്ടി എന്ന സങ്കടം ഷാലിനിക്ക് താങ്ങാനാവാതെ ഷാലിനി ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഷാലിനിയുടെ മുന്നിലോട്ടൊരു വണ്ടി വരുന്നുണ്ട്. എന്നാൽ പിറകിൽ ശാരദാമ്മ വിളിക്കുന്നുണ്ട്. പക്ഷേ ഷാലിനി വിളി കേൾക്കുന്നില്ല. അങ്ങനെ ആ വണ്ടി ഷാലിനിയെ തട്ടിയിട്ട് പോവാണ് കേട്ടോ. മുന്നിൽ വരുന്ന കാറ് ശാരദാമ്മ കാണുന്നുണ്ട്. മോളെ കാർ അതാ വരുന്നത് എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. പക്ഷേ ഷാലിനി അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഷാലിനിയെ ആ കാറ് തട്ടിയിട്ട് പോവാണ്. ആ സ്പോട്ടിൽ തന്നെ ഷാലിനി അങ്ങ് തലയടിച്ച് വീഴാണ് കേട്ടോ. ഇതോടുകൂടി ഷാലിനിയുടെ തലയുടെ ബാക്ക് പൊട്ടുന്നു. പിന്നീട് മൂക്കിൽ നിന്ന് ചോര വരുന്നു. അപ്പോൾ തന്നെ ഷാലിനി അങ്ങ് കണ്ണടക്കാണ് കേട്ടോ. ബോധം ഷാലിനിയുടെ അങ്ങ് പോവാണ്. ഇതേ സമയം ശാരദാമ്മ ഓടി വന്ന് തൻ്റെ മകളെ ഇങ്ങനെ വാരിയാണ്. എന്നിട്ട് ശാരദാമ്മ തൻ്റെ മകളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. മോളെ കണ്ണ് തുറക്കുക, മോളെ കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ശാരദാമ്മ ഒത്തിരി തവണ തൻ്റെ മകളെ വിളിച്ചു നോക്കും. പക്ഷേ വിളി കേൾക്കുന്നില്ല. അങ്ങനെ അവിടെ കൂടിയവരെല്ലാവരും കൂടി ഷാലിനിയെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിയ ഉടൻ തന്നെ ഡോക്ടർ പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകുന്നു. ശാരദാമ്മ പെട്ടെന്ന് ഫോണെടുത്ത് ശ്യാമക്ക് വിളിച്ച് വിവരങ്ങൾ പറയാൻ കേട്ടോ. അതൊക്കെ കേട്ട് ശ്യാമ ആകെ ഞെട്ടിപ്പോവാണ്. അമ്മ എന്നിട്ട് ഏത് ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാമ്മ അങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഷാലിനിയുടെ പരിശോധിക്കുന്ന ഡോക്ടർ വന്നിട്ട് പറയണേ, അതെ പെട്ടെന്ന് ഒരു സർജറി വേണ്ടി വരും എന്ന് പറയണേ കേട്ടോ. അങ്ങനെ ആ സർജറി നടത്താനുള്ള ആ ഒരു ഒരുക്കങ്ങൾ ഡോക്ടർ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ശ്യാമ അങ്ങോട്ടേക്ക് ഓടി വരാനായിട്ടാ. അങ്ങനെ അമ്മ എൻ്റെ കുഞ്ഞേച്ചി എന്ന് പറയുമ്പോൾ തൊട്ട് പോരുത്, നിൻ്റെ കുഞ്ഞേച്ചി, നീ ഒന്ന് മാറി നിൽക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും അവിടെ ഞെട്ടിപ്പോകണേട്ടാ. ഇതേ സമയം ശാരദാമ്മ പറയും, എല്ലാവരും കൂടി ഇന്ന് എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായില്ലേ എന്ന് പറയുമ്പോൾ വിഷ്ണു എന്താണ് ഷാലിനിക്ക് പറ്റിയത് എന്നിങ്ങനെ വിഷ്ണു ശാരദാമ്മയോട് ചോദിക്കുമ്പോൾ എന്താണ് പറ്റിയതെന്നോ, നീ മറ്റൊരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ എൻ്റെ മോൾ മരിച്ചു, അത് നീ മനസ്സിലാക്കാനുള്ള ആ ഒരു ഇത് നിനക്ക് ഉണ്ടായില്ലേ വിഷ്ണു. എന്നാൽ എൻ്റെ വിഷ്ണു, നീ ഇങ്ങനെ ഒരിക്കലും എൻ്റെ മോളോട് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മ അതില്ലേ എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം സത്യഭാമ അവിടെ ശബ്ദിക്കാനാവാതെ ഒന്നും മിണ്ടാനാവാതെ തലകുനിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ മതിയായോ? എൻ്റെ മകളുടെ ചോര കണ്ടപ്പോൾ നിങ്ങൾക്ക് മതിയായോ? എൻ്റെ മകളോടുള്ള ദേഷ്യവും വാശിയും ഇനിയെങ്കിലും നിങ്ങൾക്ക് നിർത്താനായില്ലേ? ഇനി എന്താ വേണ്ടത്? എൻ്റെ മകളുടെ ചോര കണ്ടില്ലേ, ഇനി നിങ്ങൾക്ക് മതിയായോ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സത്യഭാമ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്തിനാണ് സത്യഭാമേ നിങ്ങൾ എൻ്റെ മോളോട് ഈ ക്രൂരതകളെല്ലാം കാണിച്ചു കൂട്ടിയത്? നിങ്ങൾക്ക് വേണ്ടി മാത്രം എൻ്റെ മോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവളല്ലേ. ഈ സത്യഭാമക്ക് ഒരു പോറൽ പോലും വരാതിരിക്കാൻ എൻ്റെ കുഞ്ഞ് നിങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോയതല്ലേ. നിങ്ങൾ എൻ്റെ കുഞ്ഞ് നിങ്ങൾ വിഷ്ണുവുമായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ സത്യങ്ങൾ എൻ്റെ മോൾ നേരിൽ കണ്ടപ്പോൾ അവൾ നിങ്ങളിൽ നിന്ന് ഒളിച്ചോടിയതല്ലേ. എന്തിനാണ് നിങ്ങൾ എൻ്റെ കുഞ്ഞിനോട് ഈ ദ്രോഹങ്ങളെല്ലാം ചെയ്യുന്നത്? അവൾ എന്ത് തെറ്റാണ് നിങ്ങൾക്ക് ചെയ്തത്? നിങ്ങളുടെ പ്രീതിയുടെ ജീവിതവും ജീവനും ഒരു പെരുവഴിയിലായപ്പോൾ അവൾക്കൊരു പച്ച പിടിച്ച് ഇന്ന് അർജുൻ്റെയും വസുമതിയുടെയും മുന്നിലോട്ട് അവൾ എത്തിച്ചു തന്നതാണോ കുറ്റം? അതോ നിങ്ങളെ പറ, എൻ്റെ കുഞ്ഞ് ചെയ്ത തെറ്റെന്താണെന്ന് പറ. അവൾ നിങ്ങൾക്ക് എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ കുഞ്ഞിനോട് ഈ പാപമെല്ലാം ചെയ്യുന്നത്? അവൾ എന്ത് തെറ്റ് ചെയ്തു? അവൾ എന്നും സത്യഭാമയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. എന്നിട്ടും നിങ്ങൾ സുഖമായി ജീവിച്ചോട്ടെ. അവൾ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമാണ് വാശിയാണെന്ന് കണ്ടപ്പോൾ അവൾ വിഷ്ണുവിനെ വിട്ട് 6 കൊല്ലം വേറൊരു ലോകത്തോട്ട് പോയി. എന്നിട്ടും നിങ്ങൾ അപകടത്തിലാണ്. നിങ്ങളും നിങ്ങളുടെ മകനും പോലീസ് സ്റ്റേഷനിലാണ്. ഒരിക്കലും ഇറങ്ങാൻ പറ്റാത്ത ആ വിധത്തിൽ നിങ്ങളെ സുസ്മിത കുടുക്കിയിട്ടുണ്ടെന്ന് സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ മോൾ ഇവിടെ എത്തിയില്ലേ. പിന്നീട് നിങ്ങൾക്ക് എന്തെല്ലാം ഉപകാരങ്ങളാണ് അവൾ കളക്ടർ സ്ഥാനത്തിരുന്ന് നിങ്ങൾക്ക് ചെയ്തത്? എന്തിനു വേണ്ടിയാണ് എൻ്റെ കുഞ്ഞിനോട് ഈ ദ്രോഹം ചെയ്തത്? അവളൊരു കളക്ടർ ആയതിനു വേണ്ടിയോ? ഒരു കളക്ടർ ആവുന്നത് ഇന്ന് ഇപ്പോൾ ആരും ചെയ്യാത്ത പണിയാണോ? ഒരു കുടുംബം നയിക്കുന്ന ഒരു സ്ത്രീ ഇന്ന് കളക്ടർ ആവാത്തത് എവിടെയെങ്കിലും ഉണ്ടോ? എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് സത്യഭാമ A to Z മുതൽ സത്യഭാമ ഇങ്ങനെ വലിച്ചു കയറാനേട്ടാ. ഇതേ സമയം സത്യഭാമ മിണ്ടാൻ കഴിയുന്നില്ല. എനിക്കറിയാം നിങ്ങളെക്കാൾ മുകളിലൂടെ എൻ്റെ മകൾ വളരുമോ എന്നൊരു പേടി. അവളെ എല്ലാവരും സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്നേഹം കിട്ടാതാവുമ്പോൾ നിങ്ങൾക്കൊരു പേടി. നിങ്ങളെ അവിടെ ആരും പരിഗണിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു പേടി. അതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിനെ അവിടെ നിന്ന് നിങ്ങൾ ആട്ടി ഓടിച്ചത്? എൻ്റെ കുഞ്ഞ് നിങ്ങളോട് പറയുന്ന സത്യങ്ങളെല്ലാം ഒന്ന് കേൾക്കാൻ നിങ്ങൾക്കിടയുണ്ടായോ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എൻ്റെ കുഞ്ഞിനോട് ഇതൊക്കെ ചെയ്തത്? ഇന്നിപ്പോൾ എൻ്റെ കുഞ്ഞ് ഈ അവസ്ഥയിലെത്തിയില്ലേ. അവളുടെ ചോര കണ്ടിട്ടും നിങ്ങൾക്ക് അവളോട് യാതൊരു ദയയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ
അവിടെ ഇങ്ങനെ സത്യഭാമ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഉണ്ടാവില്ല, നിങ്ങൾക്ക് വാക്കുകൾ ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ നിങ്ങൾ ചോദിക്കോ, നിങ്ങൾ ചെയ്തത് തെറ്റില്ലേ? നിങ്ങൾക്ക് തന്നെ നന്നായി അറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. പക്ഷേ നിങ്ങളത് മനസ്സനുവദിക്കില്ല, പുറത്തോട്ട് നിങ്ങളത് പറയില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. അല്ലാതെ എൻ്റെ മോള് നിങ്ങൾക്കോ നിങ്ങളുടെ മകൻക്കോ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. നിങ്ങൾ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എൻ്റെ കുഞ്ഞിനെ ആട്ടി ഓടിക്കല്ലേ എന്നൊക്കെ പറയണ്ടിട്ടോ. സീമന്തത്തിൻ്റെ അന്ന് ആ ചടങ്ങിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാരാ? എൻ്റെ മോളല്ല, നിങ്ങളുടെ ഈ മോനാണ്, ഈ വിഷ്ണുവാണല്ലോ ഗർഭമുണ്ടെന്ന് പറഞ്ഞത്. അവൾ നിങ്ങളോട് പറഞ്ഞോ? നിങ്ങൾ അവളോട് ചോദിച്ചോ? അതിനിടയ്ക്ക് ഈ സത്യങ്ങളെല്ലാം പുറത്ത് വെളിയിലായപ്പോൾ എൻ്റെ മകൾ പുറത്ത്, നിങ്ങളുടെ മകനെ ഉള്ളിലാക്കി. ഇതിലെന്ത് കാര്യം? നീതി നടപ്പാക്കുന്ന ഒരു സത്യഭാമയാത്രേ നിങ്ങൾ. നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ത് നീതിയാണ് നിങ്ങൾ നടപ്പാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമയുടെ മുന്നിൽ ഇങ്ങനെ ശാരദാമ്മ പൊട്ടിത്തെറിക്കുമ്പോൾ എന്താണ് അവിടെ പറയേണ്ടതെന്നറിയാതെ സത്യഭാമ തല കുനിച്ച് നിൽക്കണം കേട്ടോ. ഇതേ സമയം വിഷ്ണുവിനോട് പറയും, നീ എൻ്റെ മകളെ തോൽപ്പിച്ചു. ഇങ്ങനെ ഒരു തോൽപ്പിക്കൽ നിനക്ക് ഒരിക്കലും വേണ്ടായിരുന്നു. അവൾ 6 വർഷം നിന്നെ വിട്ട് ഇവിടെ നിന്ന് പോയപ്പോൾ നിനക്കങ്ങനെ ഒരു താലി കെട്ടണമെന്നുണ്ടെങ്കിൽ നിനക്ക് അപ്പോൾ താലി കെട്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് എൻ്റെ കുഞ്ഞിനെ ഇത്രയോളം നീ വേദനിപ്പിച്ചത്? അവളുടെ അരികിലോട്ട് നീ എത്തുന്നുണ്ടെന്ന പ്രതീക്ഷയോടുകൂടി അവൾക്ക് നിൽക്കുമ്പോൾ നീ അവളുടെ കൂടെ ജീവിച്ചില്ലെങ്കിലും ഒരു താലി കെട്ടിയിലൂടെ അവളെ നീ തോൽപ്പിക്കേണ്ടായിരുന്നു എന്ന് പറയാൻ അപ്പോഴാണ് വിഷ്ണു പറയുന്നത്, ശാരദാമ്മേ അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, ഉണ്ടായ സത്യങ്ങൾ ഞാൻ പറയാൻ ശാരദാമ്മേ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നല്ല കാര്യങ്ങൾ എന്നിങ്ങനെ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഡോക്ടർ പുറത്തോട്ട് വരുന്നു കേട്ടോ. ഡോക്ടർ പറയാണ്, അതെ, ശാലിനിക്ക് കുറച്ച് അപകടത്തിലാണ്. ശാലിനി ഓപ്പറേഷൻ കഴിഞ്ഞു, പക്ഷേ രക്ഷപ്പെടുമോ എന്ന് പറയാൻ കഴിയില്ല. വെന്റിലേറ്ററിൻ്റെ സഹായം ഉണ്ടാവും, ഒരുപക്ഷെ മരണത്തിലോട്ട് പോയേക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ എൻ്റെ പൊന്നു മോളെ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ. അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് അത് അറിയിക്കാൻ കഴിയുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ശാലിനി മരിച്ചു എന്നായിരിക്കും ഡോക്ടർ വന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം വിഷ്ണു കാണുന്ന സ്വപ്നമായിരിക്കും. വിഷ്ണു ഉറക്കത്തിൽ നിന്ന് നിലവിളിച്ച് ശാലിനി എന്ന് പറഞ്ഞ് നിലവിളിച്ച് വിഷ്ണു അങ്ങ് പൊട്ടിക്കരയാനേട്ടാ. അപ്പോൾ തൊട്ടരികെ കാർത്തിക ഉണ്ടാവും. കാർത്തിക താഴെ കിടക്കുന്നുണ്ടാവും. എന്തു പറ്റി എന്ന് ചോദിച്ച് കാർത്തിക വിളിക്കാൻ. അപ്പോഴേക്കും എൻ്റെ ശാലിനിക്ക് എന്തോ പറ്റിയിരിക്കുന്നു, അവൾക്കത് താങ്ങില്ല. ഞാൻ വിവാഹം കഴിച്ചത് ഒരിക്കലും താങ്ങാനാവാത്ത അത്രയും വലിയൊരു എന്താണ് അവൾക്ക്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ശാലിനിയെ ഇപ്പോൾ കാണണമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന കാർത്തിക പറയണേ, ഏയ് വിഷ്ണുവേട്ടാ, ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ സത്യമ്മ എന്താ പറയാന്ന് പറയാൻ പറ്റില്ല, അതൊന്നും എനിക്കറിയില്ല, എനിക്കെൻ്റെ ശാലിനിയെ കാണണമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ വിഷ്ണു അങ്ങ് ശാലിനിയെ കാണാൻ പോവാണ്. പിന്നീട് കുടുംബശ്രീയിലെത്താണ്. അങ്ങനെ ആരും അറിയാതെ ശാലിനി എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി തൻ്റെ ആ ഒരു വീട്ടിലെത്തുമ്പോൾ ആ ജനലിലൂടെ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ കാണാൻ തേജസ്നിയും ഈ പറയുന്ന ദേവനെയും നിൽക്കുന്നു കേട്ടോ. എന്നിട്ട് ശാലിനിയെ ആശ്വസിപ്പിക്കുകയാണ്. വിഷ്ണുവിനോട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുറന്നു പറഞ്ഞോളാം, നീ ടെൻഷൻ ആവേണ്ട മോളെ, വിഷ്ണു നല്ല മനുഷ്യനാണ്, ഞാൻ മനസ്സിലാക്കി കൊടുത്തണം, വിഷ്ണുവിന് നല്ലൊരു മനസ്സുണ്ട്, അതുകൊണ്ട് അവന് കാര്യങ്ങൾ മനസ്സിലാവും, അവർ തമ്മിൽ ജീവിതമൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ, എന്തായാലും ഞങ്ങൾ പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ ശാലിനിയോട് പറയുന്ന ആ രംഗമാണ് കേട്ടോ. ബാക്കി റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ മുമ്പിട്ടിരുന്നല്ലോ, ദേവൻ പറയുന്നതെല്ലാം കേട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദേവൻ ഇനി എല്ലാ സത്യങ്ങളും ശാലിനിയോട് പറയുന്നത് വിഷ്ണു മറഞ്ഞു നിന്ന് കേൾക്കണം കേട്ടോ. പിന്നീടാണ് സത്യയെക്കുറിച്ചുള്ള സത്യങ്ങൾ ദേവൻ പറയാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ വന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.